കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന രക്ഷാകർതൃ ശാക്തീകരണ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് ഡിസംബർ 21-ന് തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രക്ഷാകർതൃ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ പാരന്റിംഗ് PTA ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാവിലെ 9:30-ന് മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശില്പശാല മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. കൂട്ടുകുടുംബങ്ങളുടെ അഭാവവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസവും തലമുറകൾ തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്കും വികാസത്തിനും രക്ഷാകർത്താക്കളുടെ ബോധപൂർവമായ ഇടപെടലുകൾ അനിവാര്യമായ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് രക്ഷാകർതൃത്വം സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന ശീർഷകത്തിൽ രക്ഷാകർതൃ ശാക്തീകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അങ്കണവാടി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും അറിയാം, പഴയ കാലഘട്ടത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാ അധ്യാപകരിലേക്കും എത്തിക്കുക, രക്ഷിതാക്കളിലേക്കും എത്തിക്കുക എന്നതിലൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്ത് ആദ്യമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ രക്ഷാകർതൃത്വ ശാക്തീകരണ പരിപാടി നമ്മൾ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്താറുള്ളത്. പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിലെ അധ്യാപകരും PTA കമ്മിറ്റിയും പദ്ധതിയോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം PK ആസീസ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ PK രാജൻ മാസ്റ്റർ, ലാർസൺ സെബാസ്റ്റ്യൻ, സത്യപാലൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി.